Hey guys, welcome back to Elchinazar Vlogs. അപ്പോൾ നമ്മുടെ ഇടവഴികൾ തേടിയുള്ള യാത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്നാണ് പറയാം. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സമയം 5:15 ഇവിടെ 5:15 വേണ്ട ഒരാൾക്ക് ഇവിടെ നിർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ. അപ്പോൾ ഇത് ഇടവഴികൾ തേടി പോകുമോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് കറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ വ്ലോഗൊന്നും എടുത്തതേ ഉള്ളൂ. നേരത്തെ തന്നെ ഇറങ്ങിയത് വെയിലൊക്കെ വരുന്ന തിരിഞ്ഞുള്ളൂ എന്താ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. എൻ്റെ അമ്മ കാണിച്ചാൽ കണ്ട നല്ല വെയിലേ പോണണ്ട മിന്തി എവിടാ പോണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എത്ര വ്ലോഗ്. ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നടക്കുന്നു നമ്മുടെ ജീപ്പ് ചെറോക്കി. അവിടെ മറ്റേ BYD ഒരു വണ്ടി കിടപ്പുണ്ട്. അവിടെ ചാർജിങ് സ്പോട്ടും ഉണ്ട്. അതിൻ്റെ മീൻസ് ചാർജിങ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉള്ള സെറ്റപ്പ് അവിടെ. ഇതാണ് ചെറോക്കി. ഞാൻ അന്ന് കാണിച്ചില്ലായിരുന്നു, നിങ്ങളെ ജസ്റ്റ് വെറുതെ കാണിച്ചു വിടുവായിരുന്നു. പക്ഷേ അതേ കിടക്കുന്ന സാധനം ഐറ്റം കിടക്കണം. ഇതൊക്കെ നമ്മൾ ഗെയിമിങ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അമ്മച്ചി അപ്പോൾ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ലെക്സസ് കിടന്ന രണ്ടും കിടപ്പുണ്ട്. ലെക്സസിൻ്റെ ടർബോ സ്പോട്ടും ഇത് റാംഗ്ലറല്ലേ, ഇത് റാംഗ്ലറാണോ തോന്നുന്നു ഈ കിടക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ ഈ ഫ്രെയിം അല്ലേ ഇത് ഇവിടെ കണ്ടോ. എന്തോ ബേർഡ്സിന് വേണ്ടിയുള്ള സാധനമാണ്, പക്ഷെ അതിനകത്ത് എന്തോ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സാധനം എനിക്ക് കണ്ട ബോഗംവില്ലയാണ് എന്തൊരു സാധനം, അതും കൊള്ളാം. എനിക്ക് വേറൊരു സാധനം കാണിച്ചിട്ട് ഇത് കണ്ട് ഇവിടെ തട്ടായിട്ട് പാറ നിൽക്കുന്നു. ഈ കല്ലിക്കണക്ക് അങ്ങനെ നമ്മൾ നടന്ന് എങ്ങും എത്തിയില്ല. നമ്മൾ മറ്റേ ഇവിടെ തന്നെ നിൽക്കുവാണ്. നമ്മുടെ അവിടെ നിന്ന് നടന്ന് നമ്മളിവിടെ വന്നത്. ഇവിടെ മറ്റേ BMW ഒരു ഇത് കിടപ്പുണ്ട്. ഒരു BMW ഒരു SUV ഉണ്ടായിരുന്നു, ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ അപ്പുറത്തൊരു നിസാൻ്റെ വണ്ടി കിടപ്പുണ്ട്. അവിടെ കിടക്കുന്ന ഒരു BMW. ഈ ഏരിയ ഫുള്ളൊരു BMW കളികളാണ് മൊത്തം. ഈ സാധനം സീനറി കൊള്ളാം. പെട്ടെന്നല്ല ഇവിടെ അസ്തമയം, എവിടെയും മല, എല്ലാം കൊണ്ടും നല്ല പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരാളാണെങ്കിൽ കൺഫ്യൂഷൻ ഇടിച്ച് നിൽക്കുക, അവൻ എന്തൊരു കാണിക്കണമെന്ന് നോക്കിക്കൊണ്ട്. എന്നിട്ട് അവിടെയായിട്ട് കുറച്ച് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, അവിടെ ഷർട്ട് കളിക്കാണ്ട് കുറച്ച് പേര് മലയാളികളവർ കണ്ടോന്ന് എനിക്കറിഞ്ഞൂടെ. ഇതേണ്ടേ ആ പിള്ളേർ അത് മലയാളികളായിരുന്നു. അവരുടെ സംസാരം കണ്ട് അവരെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ അന്തവും വിട്ട് കുന്തവും വിഴുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ അൽമസ്കറ്റ് സീരീസിൻ്റെ ഇടവഴികൾ. അവിടെ കൂടെ പിള്ളേർ പോകുമ്പോൾ അവർക്ക് ടാറ്റ കൊടുത്തു. അയ്യോ എന്താണ്, എന്ത് പറ്റി? അയ്യോ അതെ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേൾക്കണ്ട. അയ്യ അത് ഇനി നമ്മൾ നടന്ന് ഇവിടെ വന്നപ്പോൾ കുറേ അതിഥികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിഥിയെ കണ്ടപ്പോഴത്തേക്കും ഒരാൾ ഞാൻ കാട്ടിത്തരാം തുടങ്ങി. നിർത്തിയ ഇതൊന്ന് ഉള്ളുകയെ വേസ്റ്റിനടുത്ത് മിക്കപ്പോഴും പൂച്ചയുണ്ടോ. എല്ലാ വേസ്റ്റ് വേസ്റ്റിൻ്റെ അവിടെ ഇവിടെ മറ്റേ ആമാളപ്പെട്ടി ഇവിടെ ഇരിക്കുന്നത് ഉണ്ടോ. മറ്റേ എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ ഹരിതകർമ്മസേനയുടെ അങ്ങനത്തെ ഉള്ള സെറ്റപ്പ് ആയിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രീതിയിൽ ഇവിടുത്തെ അതാണെന്ന് തോന്നുന്നു. എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിച്ച ഹരിതകർമ്മസേനയുടെ സുനാപ്പി എന്നാണ്, പക്ഷെ അതല്ലത് നമ്മുടെ ഡൊണേഷൻ ബോക്സ്. അതായത് ഞാൻ അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, എന്നിട്ട് പിന്നെ ഞാൻ മാറ്റിയാണ് പറഞ്ഞത്. അതായത് നമുക്ക് വേണ്ടാത്ത സാധനമൊക്കെ ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനം. അതായത് നമ്മളവിടെയൊക്കെ മറ്റേ ചാരിറ്റിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകണതിനേരം ഇത് ഈ ബോക്സ് ഇട്ട് കൊടുത്താൽ മതി. അതാണ് സെറ്റപ്പ്. അതിന് വേണ്ടിയുള്ള സുനാപ്പിയാണിത്. വൃത്തിയിൽ നിലത്തിറങ്ങിയതിന് ദേഷ്യം തീർക്കാൻ വേണ്ടി
സ്ലാ പോണ സാധനം കണ്ടത് എനിക്കൊരു സാധനം കാണിച്ചുതരാം. ഇവിടുത്തെ ഡ്രൈവിംഗ് വെഹിക്കിളാണ്, മീൻസ് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. നമ്മുടെയൊക്കെ നാട്ടിലെ ഡ്രൈവിംഗ് പഠിക്കുന്ന വണ്ടി പോലത്തെ ഇവിടുത്തെ ഡ്രൈവിംഗ് പഠിക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഇവിടെ സാധനമൊക്കെ ഉണ്ട്. ഒരാൾ എടുക്കാത്തതിനുള്ള ദേഷ്യമാണ് കഴിച്ചത്. നമ്മൾ നടന്ന് ഇവിടെ എത്തി. ഇത് കണ്ട ഒമാൻ്റെ പൊടി ആ നേരെ ഇരുട്ടിക്കൊണ്ട്, ഐ മീൻ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സീനറി അവിടെ എടുക്കാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് നടക്കുക. കാറ്റ് കൊടുക്കാനൊക്കെ പോകാൻ തോന്നുന്നു. പൂച്ചയൊക്കെ ഉണ്ട്, വെറുതെ അല്ല. അപ്പോൾ ഇവിടം വരെ നടന്ന് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇവിടെ എന്തോ നട്ടു വെച്ചിട്ടുണ്ടല്ലോ, മാവാണോ ഇത്? കമ്പനിക്കാരെ കിട്ടിക്കൊണ്ട് ഓടി നടക്കുക. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കൊച്ചുമായിട്ട് കളിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ പിന്നെ അവിടെ ഒരു ചേച്ചിയും, ആ ചേച്ചിയല്ല ഒരു ചൈന, അവർ ഇവിടുത്തെ ടീമാണെന്ന് അറിയത്തില്ല, മീൻസ് അപ്പോൾ അവരുമായിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് ചെറുതായിട്ട് വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞത്. നമ്മളെല്ലാവരെയും അവരുടെ പ്രൈവസി കയറി ഇടപെടുന്ന ശരിയില്ല. കൊച്ചവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിർത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്. അവരവിടെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവളവിടെ നിന്ന് കമ്പനിയായിട്ട് ഇരിക്കുക. അതുപോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോവുക അവൾ. അപ്പം നമ്മുടെ പരിപാടി വീണ്ടും തുടങ്ങി. നമ്മൾ വീണ്ടും എങ്ങോട്ടൊന്നും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവളൊരുത്തി ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവഴികൾ സീരീസിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ റോഡ് ഇങ്ങോട്ട് വന്നു. കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു വീട്, കിടന്നൊരു വീട്. ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ട, ഇത് ഏത് വണ്ടിയാണ് എനിക്ക് മനസ്സിലായില്ല. പാർട്ട്ണറോ? ഈ ലൊക്കേഷൻ കൊള്ളാം. കണ്ട ഒരു കിടിലൻ വൈബ് കണ്ട. അവിടെ കുറച്ച് ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലാൻഡ് ക്രൂസർ കിടപ്പുണ്ട്. ഈ വണ്ടി നല്ല രസമുണ്ട്, പഴയ വണ്ടി. പാർട്ട്ണർ എന്നീ വണ്ടിയുടെ പേര്. കൊള്ളാം കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു അറ്റ്മോസ്ഫിയർ കൊള്ളാം. അയ്യോ ഇറങ്ങി വേണ്ട, ഒരാൾ താഴെ ഇറങ്ങി. നമ്മുടെ ഈ വഴി നമ്മൾ എന്നും കാണാറുള്ളത് ഇവിടെ വരും. അതായത് നമ്മളപ്പുറം ഇവിടെ കറങ്ങി വരുമ്പോൾ കണ്ട ആ ഫുട്ബോൾ ഗ്രൗണ്ട് പയ്യന്മാർ കളിക്കുന്നു. ഇവിടെ വന്ന് കയറും. കണ്ട പയ്യന്മാർ ഫുട്ബോൾ കളിക്കാൻ നല്ല രസമില്ല കാണാൻ. ഈ ഒരു സീനറി കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇത് ഇന്ത്യൻ സ്കൂളാണ് കേസ്, ബൈ ദ വേ. ഇത് ഇന്ത്യൻ സ്കൂളാണ്. ഇവിടുത്തെ പിള്ളേരാണെന്ന് തോന്നുന്നു. ഹിന്ദിയാണ് പറയുന്നത്. നമ്മുടെ ഈ വഴി ഇതാണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് ഏകദേശം ഇപ്പം എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:04 നമ്മൾ 5:15 നടക്കാറിറങ്ങിയാണ്. നമ്മളവിടെയൊക്കെ 6 മണി ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുട്ടൊക്കെ ആയിക്കാണ്. ഇവിടെ ഇരുട്ടായിട്ടില്ല. ഇപ്പോഴും 4 മണിയുടെയൊക്കെ ഒരു പ്രതീതിയാണ്. ഇവിടെ ഇപ്പോൾ എത്ര 32 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. 32 ഡിഗ്രി. നമ്മളപ്പോൾ ഇവിടെ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കും. പയ്യന്മാരുടെ കാട്ടിത്തരാം. അങ്ങനെ കിടലിനായിട്ട് പിള്ളേന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു പിള്ളേർ തൊട്ട് ഒത്തിരി വലിയ പിള്ളേർ വരെയുണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ബാങ്ക് വിളിക്കാൻ തുടങ്ങും. അതിന് മുമ്പ് നമുക്ക് പോകണം, ഇല്ലെങ്കിൽ ഒച്ചയും ബഹളമൊക്കെ കേൾക്കും. എന്ത് പറ്റി? അങ്ങ് വിദൂരതയിൽ മറ്റേ ടൊയോട്ടൻ്റെ ക്യാമറയിലാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ മറ്റേ മസ്താങ് കിടക്കുന്നു. ഇവിടെയാണെങ്കിൽ നേരം അസ്തമിച്ചു വരുന്നു. കണ്ട, ഇവിടെ നല്ല വിസ്തീർണമായി കിടക്കുന്ന ഹൈവേയിലേക്കുള്ള കവാടം. നല്ല രസമാണ് ഇവിടെ. പിള്ളേരുടെ ഫുട്ബോളൊക്കെ ഉരുണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതോടെ പോകുന്നുണ്ടോ ഗൈസ്? സോ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അൽഗാദ് റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ്. വീണ്ടും നമ്മൾ വന്നു. ഇത് മറ്റേ ആമാടപ്പെട്ടി. പിന്നെ ഇവിടെ കൂടെ ഒരു ബസ്സും പോകണ്ട ഇടക്കിടയ്ക്ക്. അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ടെന്നാണ് തോന്നണം. ഇടയ്ക്കെല്ലാം മേത്തോട്ട് ചാരി കിടന്നിറങ്ങിയായിരുന്നു. പിന്നെ ചൂടുണ്ട്, ഇച്ചിരിയല്ല എന്നാലും ഉണ്ട്. നമ്മുടെ അന്നത്തെ പോലെ ഇല്ലെങ്കിൽ ചൂടുണ്ട്, ചെറുതായിട്ടൊക്കെ വീർക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു കാറ്റുണ്ട്. ഉണ്ടതേ, ഒരെണ്ണത്തിന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ മേത്തോട്ട് ചാരിന്. പിന്നെ വണ്ടി എന്തെങ്കിലും പോകുമ്പോൾ പിന്നെയും ചാടി എനിക്ക്. ഞാൻ നിലത്തുനിന്ന് നിർത്തി നോക്കിയിട്ട് നിൽക്കണമില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. എന്താണ് എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി മറ്റേ കിറിഞ്ഞിരിക്കണമായിരിക്കുന്നത്. എന്താ ഇങ്ങനെ ഇരിക്കണമായിട്ട് കണ്ണ് കഴിച്ചപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ട എന്തോ പറ്റി. ആരാത്? ഇതാരാ? ഹലോ, ഇതാരാ ഇത്? ആ ചിരി വന്ന് കഴിച്ച് ചിരി കണ്ട കണ്ട. ഇങ്ങനെ തോളെ തൂങ്ങി കിടക്കുമായിരുന്നു ഇത്ര നേരം. ഉറക്കം വന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ബീൻസ് ഞാനെന്നും കാണിച്ച് മടുത്ത് അവിടെ ഇത് എന്താ ലാൻഡ് ക്രൂസർ കണ്ട
നേരെ അസ്തമിച്ച് സൂര്യനൊക്കെ അസ്തമിച്ച് ഈ സീനറി കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഡിഫൻഡറുകളൊക്കെ കൊണ്ട് നമ്മൾ നടന്ന് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസമൊന്നും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്തമയം കാണിച്ചു തരാം, സൺസെറ്റ് എന്നാ ലൈവായിട്ട് കണ്ടുകൊള്ളുക, നല്ല രസമില്ലാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരാൾ തൂങ്ങി ഇപ്പോൾ വീഡിയോ എന്ന രീതിയിലേക്കാണ്. ഇടയ്ക്ക് ഞാൻ നിന്നപ്പോഴത്തേക്ക് എന്നെ ചെവുക്കലിന് നോക്കി ഒരു അടിയൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ദം എന്താ മുഖമൊക്കെ വീർപ്പിച്ച്. അല്ലെ ക്യാമറ കാണുമ്പോൾ അവൾ ചിരിക്കുന്ന എന്നാൽ ചിരി പോലും ഇല്ല അവർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ ബഹളം വെച്ചൊന്നുമില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ നടപ്പ് പരിപാടി കാര്യങ്ങൾ. ഒരു ലോഡ് കാറിട്ട് വന്നു പോയി, എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു സീരീസുമായിട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാം ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കും. അപ്പം മറ്റൊരു അധ്യായവുമായിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ബൈ. ഒരു ബൈ എങ്കിലും പറയൂ പ്ലീസ്, ഒരു ബൈ പറയൂ. ബൈ.